ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ് തേലക്കാടൻ. മൈ യൂട്യൂബ് ചാനൽ നെയിം ജോയ്സ് കിച്ചൻ. ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനാവശ്യമായിട്ട് ഞാൻ 1 കിലോ 200 ഗ്രാം വരുന്ന ചിക്കൻ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഓണിയൻ ഒരു 3 ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്താണ്. പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ഒരു 8 ചുള വെളുത്തുള്ളി ഗാർലിക്ക്, ജിഞ്ചറും ഒരു 2 കഷ്ണം ജിഞ്ചറും കൂടി ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരുപാടങ്ങ് അരച്ചെടുക്കരുത്, അപ്പം അത് അടിയിൽ പെട്ടെന്ന് പിടിച്ച് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലത്തെ 2 കഷ്ണം ജിഞ്ചറാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അതേപോലെ വേപ്പിലയും. ഇനി ഇത് ഫസ്റ്റിൽ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാണ്. ഒരു 4 സ്പൂണ് ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ചിക്കൻ വറക്കാതെയാണ് കുക്ക് ചെയ്യുന്നത്. മാക്സിമം വറക്കാതെ കുക്ക് ചെയ്യുന്നത് നല്ലതാണ്, കാരണം നമുക്ക് അത്രയും ശരീരത്തിന് ഹെൽത്തി ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പം ഞാനിതിനകത്തേക്ക് പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിതിനകത്തേക്ക് ഓണിയനാണ് ഫസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. കാരണം ഈ 3 ഓണിയൻ ഇതേപോലെ സ്ലൈസ് ചെയ്താണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ജിഞ്ചർ ഗാർലിക് ഇതേപോലെ അരച്ചത് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് ഇതായിപ്പോവും, കരിയും. കുറച്ചും കൂടി അങ്ങോട്ട് ആയി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പാനിലേക്ക് 1 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, സാൾട്ട്. അതേപോലെ പച്ചമുളക്, ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇതേപോലെ ആക്കിയത്, പേസ്റ്റല്ല ഒരു മീഡിയമായിട്ട് അരച്ചത്. അതേപോലെ കറി ലീഫ്, വേപ്പില ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിലയ്ക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ, ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും, ഗോൾഡ് കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പാനിലേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാണ്. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 സ്പൂണ് കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3 സ്പൂൺ എടുത്തിരിക്കുന്നത്, വലിയ സ്പൂണ്. അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാണ് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറുക്കും. 1 സ്പൂണ് ഗരം മസാല ഞാൻ പൊടിച്ചതാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അതേപോലെ 1 സ്പൂണ് ചില്ലി പൗഡർ, ഞാനൊരു സ്പൂൺ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം, കാരണം ഞാൻ കുറച്ചാണ്, ഒരു പരിധി വിട്ട് ചില്ലി പൗഡർ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷേ ഞാൻ അധികം ചേർക്കാത്തത് ചില്ലി പൗഡർ ചേർത്തതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡർ അധികം ആഡ് ചെയ്യുന്നില്ല. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ്റെ മസാലയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ചിക്കൻ ഇതേപോലെ അരിഞ്ഞ് വെച്ചത്, അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഇളക്കി റെഡിയാക്കി എടുക്കാം. ചിക്കൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒരു 2 ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് അരച്ചതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഞാൻ മുഴുവൻ ടൊമാറ്റോ ആഡ് ചെയ്യുന്നില്ല. അതുപോലെ 2 ബേ ലീഫ് ഇതേപോലെ കീറി അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ വെന്തിരിക്കുകയാണ് നല്ലോണം. ഉണ്ടോ? ചിക്കൻ വെന്തു. ഇനി റൈസ് റെഡിയാക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങാം.
പിന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ റെഡിയായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അരി എടുത്തിട്ടുണ്ട്. ഇത് പല ടൈപ്പ് അരി ഉണ്ടല്ലോ. അപ്പം ഞാൻ അതിനകത്ത് ഒരു എന്താ പറയുക, ടില്ലയുടെ ഒരു അരി എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇത് ഞാൻ 2.5 ഗ്ലാസ്, ഈ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകി റെഡിയാക്കി എടുക്കണം. അതേപോലെ അതിനാവശ്യമായിട്ട് ഞാൻ കറുകപ്പട്ട 2 ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ, ഗ്രാമ്പു ഇതേപോലെ ഒരു 8 എണ്ണം, പിന്നെ ഒരു ബേ ലീഫ്, അതേപോലെ എന്താ പറയുക, ഏലക്കായ ഒരു 6-7 ഏലക്കായ, ഒരു തക്കോലം സ്റ്റാർ, പിന്നെ പെരിഞ്ജീരകം ഇത്ര എടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂണ്. ഇത്രയാണ് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് അതേപോലെ തന്നെ പുതിന അരിഞ്ഞതെടുത്തിട്ടുണ്ട്, ഒരു 2 ഇതേപോലെ 2 ഇതൾ, പിന്നെ മല്ലിയില ചോപ്പ് ചെയ്ത്, പുതിന ചോപ്പ് ചെയ്ത്, ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞെടുത്തത്. ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ബിരിയാണി റെഡിയാക്കുന്നത്, കുക്ക് ചെയ്യുന്നത് ഒരു കുക്കറിലാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒറ്റ വിസിലിൽ അടിച്ചെടുക്കുന്നതാണത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാനുള്ളത് ഇതേപോലെ തക്കോലം, കറുവപ്പട്ട, ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം കൂടി മുമ്പട്ടൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരുമിച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ അതിനകത്തേക്ക് ഞാനൊരു 1/2 സ്പൂണ് ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്, 1 സ്പൂണ് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ്, മിൻറ്റ്, മല്ലിയില. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അതിനകത്തേക്ക് 1/2 സ്പൂണ് ഗീ കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് ഗീ ചേർക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ പിടിക്കണ്ടാലോ നോക്കട്ടെ. ലാസ്റ്റ് ആഡ് ചെയ്യാം ഗീ കൂടുതലായിട്ട്. ഇതിനകത്തേക്ക് ഞാൻ ഈ കഴുകി വച്ചിരിക്കുന്ന അരി ആഡ് ചെയ്യാണ്. ഇതിനാവശ്യമായിട്ട് ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നത് 2.5 ഗ്ലാസ്സിന് 5 ഗ്ലാസ്സാണ്. പക്ഷേ ശരിക്കും ഞാൻ 4 ഗ്ലാസ് ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ശരിക്കും ഇളക്കിയിട്ട് അല്ലല്ല 1/2 ഗ്ലാസ് കൂടി ആഡ് ചെയ്യണം, ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിൽ. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കണം. അങ്ങനെ ബിരിയാണിയുടെ ഞാൻ ഒരു വിസിലാണ് വച്ചോളൂ. ഒരു വിസിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടിച്ചപ്പോൾ തന്നെ ഞാനത് പുറത്തേക്ക് ഇറക്കി. എന്താ ഇത് റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിനകത്ത് കുറച്ചും കൂടി ഓണിയൻ വറുത്ത് ആഡ് ചെയ്യണം, കാഷ്നട്ട്, ഉണക്കമുന്തിരി, ഗീ എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിനാവശ്യമായിട്ട് ഞാൻ ഒരു ചെറിയ സവാള എടുത്തിട്ട് ഇതേപോലെ ചെറിയ ഇതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് അത് വറുത്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഉണക്കമുന്തിരി, പിന്നെ കാഷ്നട്ട് കുറച്ച് എൻ്റെ കയ്യിലുള്ളൂ. ഇപ്പോൾ എനിക്ക് മേടിക്കാൻ പറ്റിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ മല്ലിയിലയും കൂടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, ചോപ്പ് ചെയ്ത്. പിന്നെ നെയ്യ്, ഗീ ഇത് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂണുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2 സ്പൂൺ ഗീ ആണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്.
ഞാൻ അതിനകത്ത് വേറെ കളറുകളോ അങ്ങനെയൊന്നും റൈസിൽ ആഡ് ചെയ്യുന്നില്ല. അതേപോലെ ഞാൻ ബിരിയാണി എസൻസ് ഇതുണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് 2 തുള്ളി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഒരുപാട് ആഡ് ചെയ്തത് ചിലപ്പോൾ അത് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇത് 1 by ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം കുറച്ച് ഇപ്പം ഞാൻ ചോപ്പ് ചെയ്ത മല്ലിയില ആഡ് ചെയ്തില്ല. അതേപോലെ ഗീ, മല്ലിയില, ഇതുപോലെ ഉണക്കമുന്തിരി, ഗ്രേപ്പ് ഇങ്ങനെ ഡ്രൈ വറുത്തത്, അതേപോലെ ഈ ഓണിയൻ വറുത്തത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. കാഷ്നട്ട് വറുത്ത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് ഇളക്കി യോജിപ്പിക്കുക. അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന് കൂടുതൽ കുറച്ചും കൂടി നല്ല സ്മെല്ലും ഗുണവും എല്ലാം കിട്ടുന്ന ഒരു പൊടിയുണ്ട് ബിരിയാണിക്ക്. നമുക്കത് റെഡിയാക്കി എടുക്കാവുന്ന പൊടികളാണ്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് വീഡിയോയുടെ താഴെ പറഞ്ഞു തരാം, ആഡ് ചെയ്യാം. പുതിന ഞാൻ അധികം ഇടുന്നില്ല, കാരണം ഒരുപാട് ഇത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. മല്ലിയില എനിക്ക് കുഴപ്പമില്ല, അപ്പോൾ അതുകൊണ്ട് മല്ലിയില ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവർക്ക് ആഡ് ചെയ്യാൻ കേട്ടോ, കുഴപ്പമില്ല. റൈസ് ഇതേപോലെ ആയി വരും. അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ദമ്മിടണമെങ്കിൽ ദമ്മിടുന്ന സ്റ്റൈൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഒരു വലിയ പാത്രമോ ചെറിയ പാത്രമോ എങ്ങനെയാണെങ്കിലും ദമ്മിടേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇത്ര റൈസ് കിട്ടുമല്ലോ, ഈ റൈസിനകത്തേക്ക് കുറച്ച് ചിക്കൻ, ഇപ്പം വച്ചിരിക്കുന്ന ചിക്കൻ നമ്മളിങ്ങനെ ചിക്കൻ ഇടാം. ചിക്കനോ ബീഫോ ഏതാണെങ്കിലും നമ്മളിതിങ്ങനെ ഇട്ടു ഒരു ലെയർ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ചിക്കൻ ഇങ്ങനെ ഇതിനകത്തേക്ക് ഒരു ലെയർ ഇട്ടതിന് ശേഷം ചിക്കൻ ഇട്ടു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റൈസ് ഇടുകയാണ്. ഇതുപോലെ റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ഡിഷ് ഇങ്ങനത്തെ ഒരു മോഡൽ ആയതുകൊണ്ടാണ് ഇത് സ്ക്വയർ ഡിഷ്. നല്ലൊരു ഡിഷാണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഡെക്കറേഷനെല്ലാം ഇട്ടു. അതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി അതിനകത്തേക്ക് തന്നെ ആഡ് ചെയ്യും. ഇപ്പം ആ ബിരിയാണിയുടെ എല്ലാം അയക്കണുണ്ട് അതിനകത്തേക്ക്. ഇപ്പം നമ്മളിങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്ക്വയർ ഡിഷ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റൗണ്ടുള്ള ഒരു പാത്രമാണെങ്കിൽ അതിനകത്തേക്ക് ശരിക്കും നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഒന്ന് പതുക്കെ റൈസ് കട്ട് കൊണ്ട് പതുക്കെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് പതുക്കെ ഒന്ന് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതായി ദമ്മായി. അപ്പം നമ്മളൊരു വലിയ ഡിഷ് ആണെങ്കിൽ 2 ലെയർ ഇടാം, 1 ലെയർ ഇടാം. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ സിമ്പിളായിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒരാൾ വരുമ്പോൾ ദമ്മ് ബിരിയാണി പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് അങ്ങനെ ചെയ്തിട്ടില്ല. ശരിക്കും ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന പണ്ട് നമുക്കിപ്പം ഇതിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ചിക്കൻ ഇങ്ങനെ എടുത്ത് വേണ്ട വളരെ രസമില്ല, നല്ല ടേസ്റ്റ് വേണ്ട. ഞാൻ സിമ്പിളായിട്ട് ബിരിയാണി എടുത്താണല്ലോ.
ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാം, ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൊക്കെ അറിയിക്കാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത നല്ല വേറൊരു വെറൈറ്റി ബിരിയാണിയൊക്കെ ആയിട്ട് നമുക്ക് കാണാം.